സലിമിന്റെ DNA അതായത് മസ്തിഷ്കത്തിൽ ഫീഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രാമീണന്റെ ഭാവമാണ്. ഈ പറഞ്ഞ പറവൂരിലെ ആ ഗ്രാമത്തിൽ നിന്ന് സലിം കുമാർ എവിടേക്കും പോയിട്ടില്ല. ആക്ച്വലി അവിടെ തന്നെ കിടക്കുക. ഞാൻ അവിടെ തന്നെ ഷൂട്ടിങ്ങുമായിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ പല സ്ഥലങ്ങളിലും പോയെങ്കിൽ പോലും അവിടെ തന്നെ കിടക്കുക അല്ലേ? അതെ, അതേപോലെ തന്നെ പറവൂർക്കാരും. പക്ഷെ അവരെന്നെ ഇപ്പം കുറേ സംഭവങ്ങളിൽ നിന്ന് ഇങ്ങനെ മാറ്റിയെടുത്തു തുടങ്ങി. ഒരു സിനിമാക്കാരൻ്റെ പരിവേഷം ഒന്ന് ഒറ്റ ആൾക്കൂട്ടത്തിൽ തനിയാവുക എന്നുള്ളത് നമ്മളെ വലിയ. സലിമിനെ കാണുമ്പോൾ ആൾക്കാരൊന്നും എഴുന്നേറ്റൊക്കെ നിന്ന് അല്ല, അത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ഒന്നുമല്ല, കാരണം നമുക്ക് ഒരിക്കലും ഞാൻ അങ്ങനെ വളർന്ന ഒരാളല്ല. ഈ വലിയൊരാളായിട്ട് ഒക്കെ ഇടപഴകി വളർന്ന ഒരാളാണ്. അല്ല, ഞാനങ്ങനെ മാറിയെന്നൊക്കെ വളർന്ന അടിച്ചും പിടിച്ചും കയറിയതാണ്. അതെ, അവിടെ ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളും ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിലൊരു 100 പേരിൽ ഒരാളായിരിക്കുള്ളൂ. പിന്നീട് നമ്മളെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. കാരണം എന്താണ് നീ എടുക്കേണ്ടത്, അത് വേണ്ട വേണ്ട, അത് വന്നേ അത് കസേരയൊക്കെ എടുത്ത് തന്നവിടെ എടുത്താ ഇതൊന്നും മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് ഇരുന്നത്. എന്നിരുന്നാലും ഒരു നടനാവണമെങ്കിൽ നടക്കണം. അപ്പം എനിക്ക് നടക്കാനുള്ള വഴി ഒപ്പിച്ചൊന്ന് പറവൂരും പിന്നെ മിമിക്രിയാണ് സലിം കുമാറിനെ ഉണ്ടാക്കിയെടുത്തത്. അതെ, മിമിക്രിയോട് ഇപ്പോഴും ഒരു അടങ്ങാത്ത തീർച്ചയായിട്ടും മോഹമുണ്ട്. ഞാനൊരു മിമിക്രി താരമാണ്, കലാകാരനാണ് എന്ന് പറയുന്നതിൽ യാതൊരു വിഷമമില്ല. ഒരു വിഷമമില്ല. മറ്റു പല ആൾക്കാർ മിമിക്രിയൊക്കെ ഇങ്ങോട്ട് മറന്നു സലിമേ. അത് അവരുടേതായ വ്യക്തിത്വം, എൻ്റേതായ വ്യക്തിത്വം. കാരണം ഞാൻ മിമിക്രി എന്നൊരു സിനിമയിലേക്ക് വരാൻ വേണ്ടി പഠിച്ചൊരു കലാരൂപമല്ലായിരുന്നു. അറിയാതെ വന്നു വയറ്റിപ്പഴപ്പാക്കിയത്. അല്ലാണ്ട് ആ മിമിക്രി വെച്ചിട്ട് സലിം സ്റ്റേജ് ഷോകളിലെ കൊണ്ട് മിന്നി തിളങ്ങി. വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാൻ പാടില്ല സലിമിന്റെ പെർഫോമൻസ് വരട്ടെ. മംഗളോദയം ഫസ്റ്റ് എപ്പിസോഡ് എന്ന് വെച്ചാല് നായിക പാലെടുത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുന്നു. നായിക പാലെടുത്ത് അടുപ്പിൽ വെക്കുന്നു. അതോടെ ആ എപ്പിസോഡ് തീർന്നു. നായിക പാലെടുത്ത് അടുപ്പിൽ വെച്ചപ്പോ ഒരു എപ്പിസോഡ് തീർന്ന. ഇതെന്തൊരു എപ്പിസോഡാ? പാല് തിളക്കാൻ എത്ര മിനിറ്റ് വേണം? 20 മിനിറ്റ് വേണം. 10 മിനിറ്റ് പരസ്യം. 30 മിനിറ്റ് ഒരു എപ്പിസോഡ് തീർക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് സ്ക്രിപ്റ്റില് കഥയിലും കുഴപ്പമില്ല. പുതുമ വേണം. പുതുമ എന്റെ പേരല്ലോ പുതുമാചന്ദ്രൻ. പുതുമ മാത്രമേ ഇയാള് പുതുമാചന്ദ്രൻ എന്ന് പറഞ്ഞാണ് ഡയറക്ടർ. ഒന്നും എല്ലാത്തിലും പുതുമയാണ്. മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രിപ്റ്റ് പറയേണ്ടത്, മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റും കൂടി നിന്നിട്ട് കുടുംബക്കാരെന്ന് കരയുന്നു. അതൊക്കെ പഴഞ്ചൻ. മരിച്ചെടുക്കുന്നു, ചുറ്റുമുള്ള ആൾക്കാർ ചിരിക്കുന്നു. അങ്ങനെ ഇയാൾ എല്ലാം പുതുമ. സെക്രട്ടേറിയറ്റ് വളയുന്നു. എത്ര ഒരു 5000 പേര് വരും, വേണ്ട ഒറ്റൊരാൾ മതി സെക്രട്ടേറിയറ്റ് വളയാൻ. അതങ്ങനെ കാണിക്കും. ഒരാളുടെ മുഖത്ത് ഈ 5000 പേരുടെ എക്സ്പ്രഷൻ ഞാൻ കാണിക്കും. അത് വിട്ടുകള അങ്ങനെ ഒരു പുതുമുണ്ടുന്ന ഒരാളാണ് പുതുമാചന്ദ്രൻ. ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. ഇതിങ്ങനെ സമൂഹത്തെ നിരീക്ഷിച്ചുകൊണ്ടാണോ സലീം ഇങ്ങനെ ഇതൊക്കെ ആവാഹിക്കുന്നത്? മനസ്സിലായി? തീർച്ചയായിട്ടും. അപ്പം ഞാനൊന്നല്ല, അല്ലെങ്കിൽ ഒരു വിജയം ഉണ്ടാവില്ല അതിനകത്ത്. ഇപ്പോൾ സമൂഹം അംഗീകരിച്ചില്ലെങ്കിൽ, അതിൽ നിന്ന് ഒരു ഓഡിയൻസ് അംഗീകരിച്ചില്ലെങ്കിൽ. പക്ഷെ കുറച്ച് ഇംപ്രവൈസേഷൻ ഒക്കെ പിന്നീട് സലീം നടത്തി. അതായത് സലീമിന്റെ ഭാവചേഷ്ടകളില്, ശബ്ദത്തില്, പിന്നെ ചിരി. ആ ചിരിയായിരുന്നു നമ്പർ അല്ലേ? ചിരിയല്ലായിരുന്നു നമ്പർ അന്ന്. ഒരു പടത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് ഈ ചിരിയുടെ പേരിൽ. അപ്പോൾ CB ഉദയനാണ് നന്നായിട്ട് എഴുതി തുടങ്ങിയിട്ടുള്ളൂ. മായാജാലം എന്നാണ് പടത്തിൻ്റെ പേര്. അപ്പോൾ ഈ കലാഭവൻ അസാധ്യ തിരക്കിൽ നടക്കുന്ന സമയത്ത് അപ്പോൾ മണിക്ക് വെച്ചിരുന്ന വേഷമാണ്. അപ്പോൾ ഡയറക്ടർ ബാലു കരുത്തണ്ട് പറഞ്ഞു, ചിലപ്പോൾ നടക്കുന്ന സാധ്യത 11 വരില്ല കലാഭവൻ, ഞാൻ നിൽക്ക് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്നു. അമ്പരം നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ CB ഉദയൻ്റെ റൂമിലൊക്കെ എന്നെ വിളിച്ചു. അപ്പം വേറൊന്നും ചെയ്തു. ഒരുപാട് തമാശ പറഞ്ഞ് ഞാൻ ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ബലപ്രഖ്യാപനം വന്നു, ഞാനല്ല നടൻ എന്നുള്ളത്. പിന്നെ ഞാൻ പാലക്കാട് വെച്ച് ചെന്നതിൻ്റെ പേരിൽ ഒരു വേഷം എനിക്ക്, ഞാൻ വേറെ പടത്തിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, പക്ഷേ ഈ മെയിൻ വേഷമല്ല. ഒരു 2 സീനുള്ള മുകേഷ് ചേട്ടനല്ല 2 സീനുള്ള സംഭവം. പിൽക്കാലത്താണ് അവരെന്നോട് പറഞ്ഞത്, അന്ന് ഞങ്ങൾ അയാളെ വേണ്ട ഞങ്ങൾക്ക്, കാരണം അയാൾ ചിരി ആക്കി ചിരിയാണെന്ന് പറഞ്ഞു. ഇവര് വിചാരിച്ച് ഞാൻ ഇവരെന്തോ ആക്കി ചിരിക്കുകയെന്ന് ചോദിച്ചിട്ട് എനിക്ക് ദേഷ്യം ഉള്ളിൻ്റെ ഉള്ളിൽ. അങ്ങനെ ആ വേഷം എന്നിൽ നിന്ന് മാറ്റി വേറെ നടന് കൊടുത്തു. പക്ഷേ ഈ ചിരി കൊണ്ട് പല സ്ഥലങ്ങളിലും കയറി പറ്റിയിട്ടുണ്ടാവില്ലേ? ഉണ്ടാവണമല്ലോ. പല സിനിമകളിലും
അതിൻ്റെ ക്ലാസിക് ടച്ച് എന്ന് പറയുന്നത് സലീമിൻ്റെ ചിരിയാണ്. അല്ല, ഒരു കാലത്ത് നമ്മൾ ദ്രോഹിച്ചിരുന്നത് എന്തായിരുന്നാലും ശരി നമ്മളറിയാതെ അതിന് നമ്മൾ നിരപരാധിയാണെങ്കിൽ ആ ദ്രോഹിച്ച് തന്നെ അങ്ങനെ ഈ മിമിക്രിക്കും സിനിമയ്ക്കും സ്റ്റേജ് ഷോയ്ക്കെല്ലാം വേണ്ടിയിട്ട് ചിരിച്ച് അവസാനം ഈ ചിരിയിൽ കലർത്തിയോ, മായമായോ? ഞാൻ അങ്ങനെ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു ചിരിയല്ല അത്. അല്ല സലീമിൻ്റെ ഭാര്യ പലരോടും പറഞ്ഞെന്ന് കേട്ടു, ഇയാളുടെ ചിരി എന്താണെന്ന് മനസ്സിലാകുന്നില്ല, ഇത് ആക്കിയതാണോ, സ്വീപ്പാക്കിയതാണോ, മക്കാറാക്കിയതാണോ, അതായത് കൊലച്ചിരിയാണോ, പറയാൻ പറ്റുന്നില്ല. എൻ്റെ ഭാര്യയ്ക്ക് ഇന്നേ വരെ എന്നെ മനസ്സിലായിട്ടില്ല. അതാണ് ഞങ്ങളുടെ വിജയരഹസ്യം.